ഇനി തലയിൽ നിന്ന് തുടങ്ങുന്ന വേറെ നല്ലതായിട്ടോ നമ്മുടെ വീട്ടിൽ 2 ഗസ്റ്റ് ഉണ്ട്, 2 മാമ്മമാരാട്ടോ. ഒരാൾ ലണ്ടനിലല്ല, ലണ്ടനിലിടയ്ക്ക് പോകുമ്പോൾ എനിക്ക് ലണ്ടനിൽ നിന്ന് എപ്പോഴും വരത്തുള്ളേ. ഒരാൾ ദുബായിൽ നിന്ന് വന്നത്, പിന്നെ നാട്ടിലുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എപ്പോഴും ലണ്ടനിലോട്ട് പോകുന്നതെന്നറിയില്ലേ. അപ്പോൾ പറഞ്ഞു വന്ന ഇതായിരുന്നു. അവർ വരും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മൾ നേരെ മാർക്കറ്റിൽ പോയി വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ, കാരണം ഞാൻ ഫോൺ എടുക്കാൻ മറന്നുപോയെന്നേ. രസമാണ് മാർക്കറ്റിൽ പോകുന്ന വീഡിയോ ഒക്കെ എടുക്കുന്നത്, പക്ഷേ ഞാനതങ്ങ് മറന്നുപോയി. അപ്പോൾ കുറച്ച് കപ്പയും കക്കറച്ച് റെഡിയാക്കാമെന്ന് കരുതി. പിന്നെ 2 കൂട്ടം മീനും വാങ്ങി. ഒന്ന് സിലോപ്പിയായിരുന്നു, അപ്പോൾ എൻ്റെ സിഗ്നേച്ചർ ഐറ്റമായിട്ടുള്ള ഇലയിൽ പുള്ളിക്കലാണ് ഈ കാണുന്നത്. പിന്നെ ചിന്നുവിൻ്റെ ചീനച്ചട്ടി ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം വേറൊന്നുമല്ല, ഇത്ര ബിഗ് സൈസായിട്ടുള്ള മീൻ ഞാനങ്ങനെ ഇലയിൽ ഇതുവരെ പൊള്ളിച്ചിട്ടില്ല. അപ്പോൾ എനിക്കതിനെ പറ്റി പാത്രമില്ലായിരുന്നു. പുള്ളിക്കാരുടെ പാത്രം ഉണ്ടായിരുന്നതുകൊണ്ട് നല്ല അടിപൊളി പാത്രം കേട്ടോ, പറയാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ അടുക്കി പിടിക്കുകയോ അങ്ങനെ ഒന്നുമില്ല. സാധാരണ എൻ്റെ എത്ര വില കൂടിയത് അത്ര വിലയില്ല. എൻ്റെ വില കൂടിയ പാത്രത്തിൽ വെച്ചാൽ പോലും ചിലപ്പോൾ അടുക്കി പിടിക്കും. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ പാത്രം. ഞാൻ മിക്കവാറും പൊക്കും, അത് വേറെ കാര്യം. അതൊക്കെ ആവട്ടെ. അപ്പോൾ ഇത്ര വലിയ മീനായതുകൊണ്ട് എനിക്കിങ്ങനെ കെട്ടാനും എടുക്കാനും ഒക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ആദ്യമായിട്ടാണ് ഞാൻ ഇത്ര ബിഗ് സൈസിലെ മീൻ ചെയ്യുന്നത്, അതിൻ്റെ പേരിലാണ്. അപ്പോൾ ആദ്യം കാണിച്ച മീനില്ല, തല ഇങ്ങനെ വെട്ടിച്ച് മുറിച്ച് അത് ഞാൻ അമ്മയെ ഏൽപ്പിച്ചു. കാരണം വേറെ ഒന്നുമല്ല, എല്ലാം കൂടി ചെയ്ത് എനിക്ക് നീങ്ങത്തില്ല. എനിക്ക് വേറെ കുറേ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് ഇതുമൊക്കെ ചെയ്യണമായിരുന്നു. പിന്നെ പോർക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു, അത് നല്ല ബ്ലാക്ക് കളറിൽ റോസ്റ്റാക്കി. അതും അമ്മ തന്നെ കേട്ടോ ചെയ്തത്. പിന്നെ അമ്മ അപ്പുറത്ത് തന്നെ അമ്മയുടെ ഇഷ്ടത്തിന് കുറച്ച് മധുരക്കിഴങ്ങും പിന്നെ അതുപോലെ വേറെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വന്നിട്ടുണ്ട്. ഞാനതൊന്നും കണ്ടില്ല, അതൊന്നും വീഡിയോ എടുക്കാൻ വിട്ടുപോയി. കാരണം എനിക്ക് അടുക്കളയിലും പണിയുണ്ടായി, പിന്നെ ഇവിടെയും. അപ്പോൾ എല്ലാം കൂടി ആകുമ്പോഴത്തേക്കും നമുക്കിങ്ങനെ തിരക്കാവുമല്ലോ, അതിൻ്റെ പേരിലാണ്. അപ്പം ഞാൻ നോക്കുമ്പോഴത്തേക്കും മാമൻ ഈ മധുരക്കിഴങ്ങും മറ്റേ അവർ കുറേ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വേറെ വീട്ടിലേക്ക് കാണിക്കാവേ. അതല്ലാതെ കുറച്ച് സ്നാക്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു ചട്നി ഉണ്ടായിരുന്നു. ആ ചട്നി മുളക് ബജിയുടെ ചട്നിയില്ലേ, അത് കൂട്ടിയിട്ട് മധുരക്കിഴങ്ങ് കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അയിലയും മത്തിക്കറിയും അലുവയും കഴിക്കുന്ന നാട്ടിൽ നമുക്ക് എന്തും കഴിക്കാമല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. അത്യാവശ്യം വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അതിനുശേഷം ഞാൻ കപ്പയും കക്കറച്ചും കൂടി റെഡിയാക്കി. ഇതിങ്ങനെ കുറച്ച് കാണുന്ന വേറൊന്നുമല്ല കേട്ടോ, നമ്മൾ ഞാൻ നോക്കുമ്പോൾ അമ്മ കോരിക്കൊണ്ട് വന്നു. പിന്നെ ഞാൻ ഓടിപ്പോയി എടുത്തുകൊണ്ട് വന്നായി കാണണേ. പിന്നെ പോർക്കൊക്കെ ആ സൈഡിൽ ഇരിക്കുന്നുണ്ട്, കാരണം അതൊക്കെ തീർന്ന് പടപടേ എല്ലാം തീർന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയിരുന്നേ. അപ്പോൾ നമ്മുടെ ആഘോഷ കമ്മിറ്റി അങ്ങ് തുടങ്ങി. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ സിഗ്നേച്ചർ ആയിട്ടാണല്ലോ, ഭയങ്കര ബിൽഡപ്പൊക്കെ കൊടുത്തിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഞാൻ നോക്കുമ്പോൾ മാമൻ വീഡിയോ എടുക്കുന്നുണ്ട്. കണ്ണനാണെങ്കിൽ ലണ്ടനിലിരിക്കുന്ന മാമീനെ വീഡിയോ കോൾ വിളിച്ച് കാണിച്ച് കൊതിപ്പിക്കുന്നു. ഒന്നും പറയാനില്ല കേട്ടോ, ഭയങ്കര ആഘോഷമായിരുന്നു, ഭയങ്കര രസമായിരുന്നു. ആ ഒരു ഉച്ച കഴിഞ്ഞാണ് ഇവർ വന്നത്, പിറ്റേന്ന് രാവിലെ പോയി. പക്ഷേ ആ ഒരു ഹാഫ് ഡേ എന്നൊന്നും പറയാൻ പറ്റില്ല, ആ ഒരു ഏതാനും മണിക്കൂർ അടിപൊളിയായിരുന്നു കേട്ടോ. പാട്ടായി, ഡാൻസായി, ആരവായത്. ഇന്ന് നിങ്ങൾക്ക് പാട്ടങ്ങ് കേൾക്കാം. ഇതോടുകൂടി ഫുഡിൻ്റെ കാര്യം കലാശക്കൊട്ട് നടത്തും.